കേരള കോൺഗ്രസ് നേതാക്കൾ മുഖാമുഖം ഏറ്റുമുട്ടിയ മണ്ഡലമാണ് കോട്ടയം. UDF-നായി ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഇടതുമുന്നണിക്കായി തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി എത്തി. തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു NDA സ്ഥാനാർത്ഥി. PR പ്രവീണ നൽകും വിവരങ്ങൾ. പ്രവീണ, ഏറ്റവും ശ്രദ്ധേയമായത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി എത്തിയതോടെ മത്സരം കുറച്ചുകൂടി കടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് അവസാനവട്ട മുന്നണികളുടെ പ്രതീക്ഷകൾ? 40 വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത ഈ കേരള കോൺഗ്രസുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഒരാൾക്ക് ചിഹ്നമുണ്ട്, ഒരാൾക്ക് ചിഹ്നത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫിനും ഇതൊരു ബലാബല പരീക്ഷണം കൂടിയാണ്. എന്തായാലും നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസിന് അടിത്തറയുള്ള ഈ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ വിജയം അകലെ ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. നിലവിൽ കണക്കുകൂട്ടലുകളെല്ലാം കഴിയുമ്പോൾ UDF ക്യാമ്പ് വിലയിരുത്തുന്നത് കോട്ടയം എന്തായാലും UDF-നൊപ്പം നിൽക്കും, ഫ്രാൻസിസ് ജോർജ് ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ്. വ്യക്തി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അത്രത്തോളം സ്വീകാര്യത ഉണ്ടായിരുന്നു. കോട്ടയത്ത് കോൺഗ്രസിന് ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ ആ അടിത്തറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം സംഭവിക്കാത്ത സ്ഥിതിക്ക് കോൺഗ്രസിന് വിജയിച്ചു കയറാനാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അതേസമയം തോമസ് ചാഴികാടൻ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴികാടൻ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത്രയധികം ആത്മവിശ്വാസമില്ല എന്ന് വേണം പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സ്ഥാനാർത്ഥിയോ ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരിൽ ആരെങ്കിലും തന്നെയോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിജയപ്രതീക്ഷ പറയുമ്പോഴും ഉള്ളിലൊരു ആശങ്കയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ മത്സരം കൂടിയാണ്. ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനടക്കം അവകാശവാദം ഉന്നയിക്കാൻ ഈ ഒരു വിജയം അനിവാര്യവുമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത് എങ്ങനെയാകും എന്നുള്ള ആകാംക്ഷയുണ്ട് ക്യാമ്പിന് മൊത്തത്തിൽ. നിലവിൽ വിജയപ്രതീക്ഷയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയധികം ആത്മവിശ്വാസം സ്ഥാനാർത്ഥി അടക്കം പാർട്ടി മുന്നണിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി NDAയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശക്തനായ സ്ഥാനാർത്ഥിയായാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നത്. അതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം SNDPക്ക് അടിത്തറയുള്ള SNDP യോഗങ്ങൾക്ക് അത്രയധികം അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരു സംഘടനയുടെ വൈസ് ചെയർമാൻ എത്തുമ്പോൾ, വൈസ് പ്രസിഡന്റ് എത്തുമ്പോൾ ആ സംഘടനയിലെ ആളുകൾക്ക് എന്തായാലും മാറി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ പ്രചരണം ശക്തമാക്കിയതും. ഒരു ഘട്ടത്തിൽ UDF-ഉം NDAയും തമ്മിലാണ് മത്സരം എന്നുവരെ BJP നേതാക്കൾ പറഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തോമസ് ചാഴികാടൻ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും അത്രയധികം ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കൂടി വോട്ട് ഷെയർ കൂട്ടാനാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഇവിടെ ഇപ്പോൾ നിലവിൽ കോട്ടയത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത്. വൈക്കം മണ്ഡലം എന്ന് പറയുമ്പോൾ അതൊരു CPM-ന്റെ ഏരിയയാണ്. CPM അതായത് ഇടതുമുന്നണിക്ക് ആധിപത്യമുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കടുതുരുത്തിയിലാണ്. മോൻസ് ജോസഫിന്റെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കണക്കൊക്കെ കൂട്ടിയാണ് ഇപ്പോൾ രണ്ടുപക്ഷവും, ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PR പ്രവീണയാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും തികഞ്ഞ വിജയപ്രതീക്ഷയെ തന്നെയാണ് മൂന്ന് മുന്നണികളും ഉള്ളതെന്ന് PR പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നു.